ഹായ് മക്കളെ, അപ്പൊ +1 ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് നമ്മൾ വളരെ എളുപ്പത്തിൽ കുറച്ച് സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പോവുകയാണ്. ഇത് ആക്ച്വലി കുറെ കുട്ടികൾ പറയുന്നത് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ കുറച്ച് കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതൊന്ന് കാണ്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. ആക്ച്വലി സെറ്റ് ഭയങ്കര എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് സെറ്റ്സ്. അപ്പൊ ആദ്യം ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ് സെറ്റ് എന്നാണ്. അപ്പൊ സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ്, ഒരു കളക്ഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം, എല്ലാ ഗ്രൂപ്പും സെറ്റാണോ? എല്ലാ ഗ്രൂപ്പും സെറ്റ് അല്ല. എല്ലാ ഗ്രൂപ്പിനെയും നമ്മൾ സെറ്റ് എന്ന് പറയൂല. സെറ്റ് എന്ന് പറയണമെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവണം, അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ മാത്രമേ സെറ്റ് എന്ന് പറയുള്ളൂ. എങ്ങനെയുള്ള ആൾക്കാരെയാണ് സെറ്റ് എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ, സെറ്റിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ്. എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഈ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിനെ വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ സെറ്റ് എന്ന് പറയാം. അപ്പൊ എന്താണ് വെൽ ഡിഫൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു രീതിയിൽ പറയണമെങ്കിൽ, എല്ലാവരും എഴുതിയാൽ എന്താണ്? എല്ലാവരും എഴുതിയാൽ ഒരേ ഉത്തരം, എന്താണ്? ഒരേ ഉത്തരമാണെങ്കിൽ, ഒരേ ആൻസർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് എഴുതാൻ പറഞ്ഞു, ആ ഗ്രൂപ്പ് എഴുതിയപ്പോൾ എല്ലാവർക്കും ഒരേ ആൻസർ, അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് സെറ്റ് എന്ന് പറയാം. എന്താണ്? നിങ്ങളോടൊരു ഗ്രൂപ്പ് എഴുതാൻ പറഞ്ഞു, നിങ്ങൾ ആ ഗ്രൂപ്പ് എഴുതിയപ്പോൾ എല്ലാവർക്കും ഒരേ ഉത്തരം, എല്ലാവർക്കും ഒരേ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെറ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവനെ നോക്കി. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കുറച്ച് പേരെ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കി, വളരെ സിമ്പിൾ. ശ്രദ്ധിച്ചു. ഒരു എക്സാമ്പിൾ ആയിട്ടേ ശ്രദ്ധിച്ചു. ഞാൻ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് എടുക്കുവാണ്. നോക്കി, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സിൽ 5ൽ താഴെയുള്ള ആൾക്കാർ എടുക്കണം. നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൽ 5ൽ താഴെയുള്ള ആൾക്കാർ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇവർ 4 പേരും അല്ലേ? 1, 2, 3, 4. അപ്പൊ അവരുടെ കളക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ഏതാണ്? 1, 2, 3, 4. നിങ്ങൾ നോക്കിയേ, ആരെഴുതിയാലും 5ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ 1, 2, 3, 4 അല്ലേ? ഞാൻ എഴുതിയാലും, നിങ്ങൾ എഴുതിയാലും, നിങ്ങളുടെ കൂട്ടുകാരൻ എഴുതിയാലും, കൂട്ടുകാരി എഴുതിയാലും, നിങ്ങൾ അമേരിക്കയിൽ പോയി എഴുതിയാലും, നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി എഴുതിയാലും, നിങ്ങൾ ഇന്ത്യയിൽ വന്ന് എഴുതിയാലും എല്ലാം ഒരേ ഉത്തരം. ആരെഴുതിയാലും ഒരേ ഉത്തരമാണെങ്കിൽ ഇവൻ സെറ്റാണ്. ആരെഴുതിയാലും 1, 2, 3, 4 അല്ലേ കിട്ടുള്ളൂ. ആണ്. ഇനി ഉത്തരം തെറ്റിച്ച് കളഞ്ഞാൽ അത് നമ്മൾ കൂട്ടില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വേറൊരെണ്ണം നോക്കിയത് ശ്രദ്ധിച്ചോ. കളക്ഷൻ ഓഫ് വൗവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൗവൽസ് എഴുതാൻ പറഞ്ഞു. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൗവൽസ് ഏതൊക്കെയാണ്? എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്, യു ഉണ്ട്. ആരെഴുതിയാലും ഈ ഉത്തരം തന്നെയല്ലേ വരുള്ളൂ. ഞാൻ എഴുതിയാലും, നിങ്ങൾ എഴുതിയാലും, ആരെഴുതിയാലും എ, ഐ, ഒ, യു. ആരെങ്കിലും എഴുതിയാൽ എ അതിൻ്റെ അകത്ത് നിന്ന് പോവുമോ? കെ കയറി വരുമോ? ഇല്ല. അപ്പൊ ആരെഴുതിയാലും ഒരേ ഉത്തരം വന്നത് കാരണം ഇവനും എന്താണ്? ഇവനും സെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതൊരെണ്ണം നോക്കി. ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടന്റ്. 3 ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ്. എന്താണ് ചോദ്യം? 3 ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഇൻ ദ വേൾഡ്. 3 ബെസ്റ്റ് ക്രിക്കറ്റേഴ്സ് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഞാനും എഴുതാൻ പോവാണ്, നിങ്ങൾ എഴുതാൻ പോവാണ്. നിങ്ങൾ എഴുതുന്നൊന്ന് മനസ്സിൽ വിചാരിച്ചു, നിങ്ങൾ 3 പേരെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ എഴുതാൻ പോവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട 3 അല്ലെങ്കിൽ എനിക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള 3 ആൾക്കാർ. 1 മഹേന്ദ്ര സിംഗ് ധോണി എഴുതി, 1 വിരാട് കോഹ്ലി എഴുതി, 1 വീരേന്ദ്ര സെവാഗ് എഴുതി. ഞാൻ ഈ 3 പേരെയാണ് എഴുതിയത്. നിങ്ങൾ എഴുതുന്ന 3 പേര് ഇവർ തന്നെ ആകണം നിർബന്ധമുണ്ടോ?
ഇല്ല. നിങ്ങളുടെ കൂട്ടുകാരൻ എഴുതാൻ പോകുന്നത് ഇത് തന്നെയാണോ നിർബന്ധമുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരി എഴുതാൻ പോകുന്നത് ഇത് തന്നെയാണോ നിർബന്ധമുണ്ടോ? അപ്പൊ എല്ലാവരും എഴുതിയപ്പോൾ ഒരേ ഉത്തരം കിട്ടുന്നില്ല. എല്ലാവരും എഴുതുമ്പോൾ ഒരേ ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഇവൻ സെറ്റ് അല്ല. എന്താണ്? ഇവൻ സെറ്റ് അല്ല. ഓക്കെ അല്ലേ? അടുത്തത് 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 ദേ നോക്കിയേ. അടുത്ത ഒരെണ്ണം കൂടി പറയാം. 3 ബെസ്റ്റ് ഫിലിംസ് ഓഫ് ആരെടുക്കണം? മോഹൻലാൽ. മോഹൻലാലിന്റെ 3 ബെസ്റ്റ് ഫിലിംസ് എടുക്കാൻ പറയുവാണ്. നിങ്ങളോട് മോഹൻലാലിന്റെ 3 ബെസ്റ്റ് ഫിലിംസ് എടുക്കാൻ പറയുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 ബെസ്റ്റ് ഫിലിം എടുത്തോ. ഞാൻ 3 ബെസ്റ്റ് ഫിലിമായിട്ട് എടുക്കാൻ പോകുന്നത്, 1 ദേവാസുരം, 2 സ്ഫടികം, പുതിയത് പറഞ്ഞ കൂടി എടുക്കാം അല്ലേ? ഏതെടുക്കാം? തുടരും. ഞാൻ ഇത് 3 എടുത്തു. നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഇത് തന്നെയാണോ നിർബന്ധമുണ്ടോ? ഇല്ല. നിങ്ങൾ ചിലപ്പോൾ വേറെ ആയിരിക്കും എഴുതുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തുടരും ഇഷ്ടാവില്ലായിരിക്കും. നിങ്ങൾ അതല്ലായിരിക്കും എടുക്കാൻ പോകുന്നത്, വേറെ എന്തെങ്കിലും ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എഴുതുമ്പോൾ ഒരേ ഉത്തരം വരുമോ? എല്ലാവരും എഴുതുമ്പോൾ ഒരേ ഉത്തരം വരില്ല. അപ്പൊ ഇത് സെറ്റാണോ? സെറ്റല്ല. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഓരോ ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ ആരെഴുതിയാലും ഒരേ ഉത്തരമാണെങ്കിൽ സെറ്റ്. ആരെഴുതിയാൽ എല്ലാവർക്കും വേറെ വേറെ ഉത്തരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് സെറ്റല്ല. അപ്പൊ സെറ്റാണോ സെറ്റല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇതിന്റെ ആൻസർ ഒന്ന് വേഗം പറയാം. ഇതിൽ ഏതൊക്കെയാണ് സെറ്റ്, ഏതൊക്കെയാണ് സെറ്റ് അല്ലാത്തതെന്ന് വേഗം പറഞ്ഞ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ്. നോക്ക്. ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എൻ ഇയർ സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റർ ജെ. ഒരു വർഷത്തിൽ ജെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്ന്. ജാനുവരി ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്. ആരെഴുതിയാലും ഇത് 3 വരുള്ളൂ. വേറെ ഡിസംബർ ഒക്കെ കയറി വരുമോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ഇത് സെറ്റാണ്. അപ്പൊ നോക്ക്, ഇതെന്താണ്? ഇത് സെറ്റാണ്. ഓക്കെ, അടുത്തയിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വേഗം നോക്ക്. ദ കളക്ഷൻ ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എടുക്കുന്നത് റോസും ജാസ്മിനും ആയിരിക്കും. എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ജാസ്മിൻ ബ്യൂട്ടിഫുൾ അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഓർക്കിഡ് ആയിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെ ഓരോരുത്തരിലും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവൻ സെറ്റാണോ? അല്ല. ഇവൻ എന്താണ്? നോട്ട് എ സെറ്റ്. ഇവൻ എന്താണ്? നോട്ട് എ സെറ്റ്. രണ്ടാമത്തവൻ സെറ്റ് അല്ല. മൂന്നാമത്തവനെ നോക്കിയേ. സി. നോക്ക്. ദ കളക്ഷൻ ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 20. 20ൽ താഴെയുള്ള പ്രൈം നമ്പറുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. കൂടാതെ എന്താ? വേറെ ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. 1ൽ കൂടുതൽ 1 പ്രൈം നമ്പർ അല്ല. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ. 2 ഡിവൈഡ് ചെയ്യാൻ പറ്റൂല വേറെ ഒരു നമ്പർ കൊണ്ട്. 3 പറ്റൂല, 5 പറ്റൂല, 7 പറ്റൂല. പിന്നെ 11, 13, 17, 19 ഇത്രയല്ലേ വരുള്ളൂ. 2, 3, 5, 7, 8 പറ്റും, 9 പറ്റും, 10 പറ്റും, 11 പറ്റൂല, 12 പറ്റും, 13 പറ്റൂല, 14 പറ്റും, 15 പറ്റും, 16 പറ്റും, 17 പറ്റൂല, 18 പറ്റും, 19 പറ്റൂല, 20 പറ്റും. അപ്പൊ ഇവരാണ് പ്രൈം നമ്പേഴ്സ്. ആരെഴുതിയാലും ഈ ഉത്തരമേ വരുള്ളൂ. 20ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. വേറെ ഏതെങ്കിലും കയറി വരുമോ? ഏതെങ്കിലും പോവുമോ? ഇല്ല. അപ്പൊ ഇവൻ എന്താണ്? ഇവൻ സെറ്റാണ്. ഇവൻ സെറ്റാണ്. അടുത്ത നോക്കിയേ. ദ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഇന്റലിജന്റ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ഇന്റലിജന്റ് സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 50 പേരുണ്ടെന്ന് വിചാരിച്ചു. ഇന്റലിജന്റ് സ്റ്റുഡൻസ് എന്ന് പറയും. ഞാൻ ചിലപ്പോൾ വന്ന് എടുക്കുന്നത് ഒരു 10 പേര് ഇന്റലിജന്റ് ആണെന്ന് പറയും. നിങ്ങൾ പറയും ഇതിൻ്റെ അകത്ത് 4 പേര് ഇന്റലിജന്റ് ഉള്ളൂ. ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ആരും ഇന്റലിജന്റ് അല്ല. ചിലർ വന്നിട്ട് എല്ലാവരും ഇന്റലിജന്റ് ആണെന്ന് പറയും. അപ്പൊ അത് ഓരോരുത്തരിലും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് സെറ്റാണോ? അല്ല. നോട്ട് എ സെറ്റ്. സെറ്റ് അല്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? ഡി സെറ്റ് അല്ല. ഡി എന്താണ്? സെറ്റ് അല്ല. ഈ നോക്കിയേ. ദ കളക്ഷൻ ഓഫ് വൗവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അത് നമ്മൾ എഴുതിയതായിരുന്നു. എന്തായിരുന്നു? എ, ഇ, ഐ, ഒ, യു. ആരെഴുതിയാലും ഒരേ ഉത്തരം. അപ്പൊ അവൻ എന്താണ്? സെറ്റാണ്. സെറ്റാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ സെറ്റ് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് സെറ്റുകളുണ്ട്, അവരൊന്ന് അറിഞ്ഞിരിക്കണം. സ്റ്റാൻഡേർഡ് സെറ്റുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കി. സ്റ്റാൻഡേർഡ് സെറ്റുകൾ ആരാണ്? ഇവിടെ ശ്രദ്ധിച്ചു. സ്റ്റാൻഡേർഡ് സെറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 പേരെ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് പതുക്കെ നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സ്. നോക്കിയേ. നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്?
നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 എക്സെട്ര 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോകുന്ന നമ്പറുകളാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ N കൊണ്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടി വന്നാൽ 0, 1, 2, 3, 4, 5 എക്സെട്ര ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഹോൾ നമ്പേഴ്സ്. എന്താണ്? ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ W ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ നമ്പേഴ്സിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര. ഇതിന്റെ കൂടെ ഒരു 0 കൂടി വന്നു. ഇതിന്റെ കൂടെ നെഗറ്റീവ് കൂടി വന്നാൽ -2, -3 എക്സെട്ര ഈ നമ്പേഴ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇൻഡിജേഴ്സ്. നോക്കിയടാ, ഇൻഡിജേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ Z കൊണ്ട്. ഇതാണ് മാക്സിമം കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇവർ 3 പേരുമാണ്. ഇവർ 3 പേരെയും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ ഇവിടെ നോക്കി വേറൊരു കാര്യം കൂടി പറയാം. നോക്ക്, ഇത് ഇൻഡിജേഴ്സിന്റെ പോസിറ്റീവ് സൈഡ് അല്ലേ? അപ്പൊ ഇതിനെ വേണമെങ്കിൽ Z+ എന്ന് പറയാം. ഇത് ഇൻഡിജേഴ്സിന്റെ നെഗറ്റീവ് സൈഡ് അല്ലേ? -1, -2, -3. ഇതിനെ വേണമെങ്കിൽ Z- എന്ന് പറയാം. പോസിറ്റീവ് ഇൻഡിജേഴ്സ്, നെഗറ്റീവ് ഇൻഡിജേഴ്സ്, അങ്ങനെ. ഇനി നമുക്ക് ആവശ്യമുള്ള ഓരോ ക്വസ്റ്റിന്റെ അകത്ത് വേണമെങ്കിൽ പറഞ്ഞു പോവാം. അപ്പോൾ ഇവരെ 3 പേരെയും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ മുതലാണ് ഈ ചാപ്റ്ററിന്റെ ഒരു കോർ ഐഡിയ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഇവിടെ മുതലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അതേ തുടങ്ങാൻ പോവാണ്. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്. ഒരു സെറ്റിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ ഇവിടെ നോക്കി, ഞാൻ ഒരു സെറ്റിന് ഒരു എക്സാമ്പിൾ പറയുവാണ്. നോക്കി, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. എന്താണ്? കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ഇത് സെറ്റ് അല്ലേ? കാര്യം എന്താ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 എന്നും പറഞ്ഞു പോകും. നമുക്ക് ലെസ് ദാൻ 5 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് വേണം. അത് 1, 2, 3, 4 ആണ്. അപ്പോൾ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്. ഇനി ഇതിപ്പോ ഒരു സെറ്റായി. ഇനി ഈ സെറ്റിനെ ശ്രദ്ധിക്കണേ, ഇനി ഈ സെറ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. എന്താണ്? റെപ്രസെന്റ് ചെയ്യണം. ഈ സെറ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ 2 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. 2 മെത്തേഡുകൾ. ഒന്നാമത്തെ മെത്തേഡിന് പറയുന്ന പേര് റോസ്റ്റർ ഫോം. എന്താണ്? റോസ്റ്റർ ഫോം. രണ്ടാമത്തെ മെത്തേഡിന് പറയുന്ന പേര് സെറ്റ് ബിൽഡർ ഫോം. എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ അല്ലേ? ആദ്യത്തെ മെത്തേഡ് എന്താണ്? റോസ്റ്റർ ഫോം. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് എഴുതുന്നത് ഞാൻ ആദ്യം പറയാം. ഈ 2 മെത്തേഡിലും സെറ്റുകൾക്ക് പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ്. A = എന്ന് കൊടുക്കാം, B = എന്ന് കൊടുക്കാം, C = എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ 2 മെത്തേഡിലും സെറ്റുകൾക്ക് പേര് കൊടുക്കുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഇനി ഈ 2 മെത്തേഡിലും സെറ്റ് എഴുതുന്നത് ഇങ്ങനെ ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ അകത്തായിരിക്കും. ക്ലോസ്ഡ് സ്പെഷ്യൽ ബ്രാക്കറ്റ്. നിങ്ങൾ ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഉപയോഗിക്കരുത്, ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഉപയോഗിക്കരുത്. ഇത് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാക്കറ്റ് ആണ് ഓപ്പണും ക്ലോസും ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ അല്ലേ? 2 മെത്തേഡിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്പെഷ്യൽ ബ്രാക്കറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. റോസ്റ്റർ ഫോമിൽ നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ടോ അത് കോമയിട്ട് എഴുതി പോകണം. ഇനി ആരെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിക്കോളണം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അത് കോമയിട്ട് വെറുതെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇതാണ് റോസ്റ്റർ ഫോം. അപ്പൊ റോസ്റ്റർ ഫോം എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? കോമയിട്ട് അങ്ങോട്ട് എഴുതിക്കൊള്ളുക. ഇനി സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറഞ്ഞാലാണ് ശ്രദ്ധിക്കേണ്ടത്. സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറഞ്ഞാൽ ഇവരുടെ കോമൺ പ്രോപ്പർട്ടി നമ്മൾ മാത്തമാറ്റിക്കലി എഴുതണം. കോമൺ പ്രോപ്പർട്ടി എന്താണ്? മാത്തമാറ്റിക്കലി എഴുതണം. ഇവരുടെ കോമൺ പ്രോപ്പർട്ടി എന്താ? എല്ലാവരും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതൊരു പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? എല്ലാവരും 5ൽ താഴെയാണ്, ലെസ് ദാൻ 5. ഇത് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതണം. എഴുതുന്നതിനൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ശ്രദ്ധിച്ചോളണം. ആദ്യം നമ്മൾ ഈ സെറ്റിലെ എല്ലാ എലമെന്റുകളെയും എക്സ് എന്ന് വിളിച്ചു. എക്സ്. ഇനി എന്നാ? സച്ച് ദാറ്റ്. ഈ എക്സ് എന്താന്ന് പറയാൻ പോവാ. ഒന്നെങ്കിൽ 2 കുത്തിടാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 കുത്തിടാം, അല്ലെങ്കിൽ ഒരു വരയിടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഓക്കെ അല്ലേ? എക്സ് സച്ച് ദാറ്റ്. ഇനി എക്സ് എന്താന്ന് പറയുവാണ്. എക്സ് എന്താ? എക്സ് നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ നമ്മൾ പറയും, ഇവിടെ നോക്കിയേ, എക്സ് എലമെന്റ് ഓഫ് n. ഓക്കെ അല്ലേ? ഈ എലമെന്റ് ഓഫ്, ഇത് വായിക്കേണ്ടത് എന്താണ്?
എലമെന്റ് ഓഫ് എന്നാണ് കേട്ടോ, എലമെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് നാച്ചുറൽ നമ്പർ ആണ്, അല്ലെങ്കിൽ എക്സ് നാച്ചുറൽ നമ്പറിലുള്ള ആൾക്കാരാണ്. ഈ 1 2 3 4 എല്ലാം നാച്ചുറൽ നമ്പറിലുള്ള ആൾക്കാരല്ലേ ആണ്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എഴുതി. നാച്ചുറൽ നമ്പറിലുള്ള എല്ലാവരും വരുന്നുണ്ടോ? ഇല്ല, 1 2 3 4 വരെ വരുന്നുള്ളൂ. അതായത് 5-ൽ താഴെയുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതും എക്സ് ലെസ് ദാൻ 5 അല്ലെ, 5-ൽ താഴെ. അത് പക്ഷെ മാത്തമാറ്റിക്കലി എഴുതണം, ഇത് ഇങ്ങനെ എഴുതണം. ഇതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടി പറയട്ടെ, ഇത് ശ്രദ്ധിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ്. നോക്ക്, ഇത് നോക്ക്, കളക്ഷൻ ഓഫ് integers between -3 and 4 എന്ന് പറഞ്ഞാൽ എന്താ, -3-നും 4-നും ഇടയിലുള്ള ഇൻഡിജേഴ്സ് വേണം. ഇൻഡിജേഴ്സ് ആരൊക്കെയായിരുന്നു നോക്കി, 0 1 2 3 4 5 6 എന്നങ്ങോട്ടും, -1 -2 -3 -4 -5 -6 -7 എന്ന് പറഞ്ഞ് ഇങ്ങോട്ടും. ഓക്കെ അല്ലേ? ഇതാണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിൽ നമുക്ക് വേണ്ടത് എന്താ, -3-ക്കും 4-നും ഇടയിലുള്ള ഇൻഡിജേഴ്സ്. -3 ഏതാ? ഇതാണ്. 4 ഏതാ? ഇതാണ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ്? ദേ ഇതാണ്. അതാരൊക്കെയാണ്? -2 -1 0 1 2 3. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ്? -2 -1 0 1 2 3. ഇതാണ് നമ്മളുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ സെറ്റ്. ഇനി ഈ സെറ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് റോസ്റ്റർ ഫോം. ഒന്ന് റെപ്രസെന്റ് പറഞ്ഞ്, റോസ്റ്റർ ഫോമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ശ്രദ്ധിച്ചേ, എ ഈക്വൽ ടു സെറ്റ് എഴുതി, ഇതെല്ലാരെയും കോമായിട്ട് എഴുതിക്കൊള്ളണം. -2 -1 0 1 2 3. ഓക്കെ അല്ലേ? രണ്ടാമത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു എ ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതുക. ഇതിലെല്ലാരെയും ഞാൻ എക്സ് എന്ന് വിളിച്ചു, എക്സ് സച്ച് ദാറ്റ്, എല്ലാം തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി എന്താ, ഇവരുടെ കോമൺ പ്രോപ്പർട്ടി എഴുതുക. ഇവരെല്ലാവരും ഇൻഡിജേഴ്സ് ആണ്. ഇതല്ലേ ആദ്യത്തെ പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ? ഇവരെല്ലാവരും ഇൻഡിജേഴ്സ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എഴുതും? എക്സ് എലമെന്റ് ഓഫ് ഇസഡ് എന്ന് എഴുതും, ഇൻഡിജർ. ഓക്കെ, എക്സ് എലമെന്റ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ് മുഴുവൻ വന്നു. മുഴുവൻ വേണോ? വേണ്ട. -3-നും 4-നും ഇടയിലുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും എഴുതുന്ന അറിയോ? -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് -3-ക്കും 4-നും ഇടയിലാണ്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ കുറെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും, അത് മാക്സിമം ചെയ്ത് നോക്കുക. നമുക്കൊരു 1-2 ചോദ്യങ്ങൾ ചെയ്യാം. എന്ന് നോക്കി, റെപ്രസെന്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ മതി. എന്താണ്? ദ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12. ഓക്കെ അല്ലേ? നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് 12 ആണ് എഴുതേണ്ടത്. ഫാക്ടേഴ്സ് ഓഫ് 12 ആണ് എഴുതേണ്ടത്. എന്താണ് ഈ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 10 എന്ന് പറയുന്ന നമ്പർ എഴുതി കഴിഞ്ഞാൽ 10 എന്ന് പറയുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെയാണ് ഫാക്ടറുകൾ എന്ന് എഴുതുന്നത്. നോക്കി, 10-നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവരെല്ലാവരും ഫാക്ടറാണ്. ഇനി ഫാക്ടർ എഴുതാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇത് നോക്കി, 10-നെ ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കണം. 1 × 10 10 ആണ്, 2 × 5 10 ആണ്. ഈ ഓരോ ആൾക്കാരും 10-ന്റെ ഫാക്ടറാണ്. നോക്ക്, 1 2 5 10. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 6-ന്റെ ഫാക്ടർ എങ്ങനെ എഴുതും? 6-ന്റെ ഫാക്ടർ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? 6-നെ ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കണം. 1 × 6 2 × 3. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 6. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 12-ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ 12-നെ ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കണം. 1 × 12 എഴുതാം, 2 × 6 എഴുതാം, 3 × 4 എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഫാക്ടേഴ്സ് ഏതാ? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും, 6 വരും, 12 വരും. ഓക്കെ അല്ലേ? ഇനി ഇത് റോസ്റ്റർ ഫോമിൽ എഴുതാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ റോസ്റ്റർ ഫോം എഴുതും. റോസ്റ്റർ ഫോം എങ്ങനെയാ? എ ഈക്വൽ ടു സെറ്റിന്റെ അകത്ത് 1 2 1 2 3 4 6 12. ഇതാണ് റോസ്റ്റർ ഫോം. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, റെപ്രസെന്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം ദ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12. അത് തന്നെയാണ് ഇപ്പൊ എഴുതിയത്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. റെപ്രസെന്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം എ ഈക്വൽ ടു 1 2 3 4 5 6. ഓക്കെ അല്ലേ? ഈ സെറ്റ് നോക്കിയടാ, എ ഈക്വൽ ടു
1 2 3 4 5 6 ഇതാണ് സെറ്റ്. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. അപ്പൊ എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് കുത്തിട്ടു. ഇനി ഇവരുടെ കോമൺ പ്രോപ്പർട്ടി നോക്കണം. ഇവരുടെ കോമൺ ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇവരെല്ലാവരും നാച്ചുറൽ നമ്പർ ആണ് അല്ലെ? ഇവരെല്ലാവരും നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി എഴുതി എക്സ് എലമെന്റ് ഓഫ് എൻ. ഇനി എല്ലാ നാച്ചുറൽ നമ്പരും ഉണ്ടാ? 1 2 3 4 5 6 7 9 10 11 12 എന്ന് പറഞ്ഞ് എല്ലാവരും ഉണ്ടാ? ഇല്ല. ആരാ ഉള്ളത്? 7ൽ താഴെയുള്ള ആൾക്കാരാ ഉള്ളത് അല്ലെ? ലെസ് ദാൻ 7 അല്ലേ ഉള്ളത്? ലെസ് ദാൻ 7 അല്ലേ ഉള്ളത്? 7ൽ താഴെയുള്ളവരല്ലേ ഉള്ളത്? അപ്പൊ നമ്മൾ എന്ത് എഴുതും? എക്സ് ലെസ് ദാൻ 7. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം പറയട്ടെ, 6ഉം 6ൽ താഴെയുള്ള ആൾക്കാരല്ലേ? അപ്പൊ ഇതിനെ വേണമെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് എഴുതാം. നിങ്ങളുടെ ഇഷ്ടത്തിൽ എഴുതാം. സെറ്റ് ബിൽഡർ ഫോം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, ശരിയായാൽ മതി. ഇങ്ങനെ പല രീതിയിൽ എഴുതാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, റെപ്രസെന്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതണം. അതെ, സെറ്റ് തന്നേക്കുന്നത് നോക്കിയേ. സെറ്റ് തന്നേക്കുന്നത് നോക്കിയേ. എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ഇസഡ് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ? എക്സ് എലമെന്റ് ഓഫ് ഇൻഡിജർ ആണ്. ഇൻഡിജർ ആരൊക്കെയാണ്? 0 1 2 3 4 എന്നും പറഞ്ഞ് അങ്ങോട്ടും, -1 -2 -3 -4 എന്നും പറഞ്ഞ് ഇങ്ങോട്ടും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് -2നും 2നും ഇടയിലാണ്. എവിടെ -2? ഇത് 2 എവിടെ? ഇത് 2. ഓക്കെ അല്ലേ? ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ്. -2 വേണം, ഈക്വൽ ടു ഉണ്ട്, 2 വേണം. അപ്പോൾ -2 വേണം, 0 വേണം, 1 വേണം, 2 വേണം. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? എ ഈക്വൽ ടു റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ -2 -1 0 1 2. ഇതാണ് റോസ്റ്റർ ഫോം. സിമ്പിൾ പരിപാടി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. സിമ്പിൾ ആയിട്ട് ചെയ്യുക. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണ്. ടൈപ്പ് ഓഫ് സെറ്റ്സ്. അപ്പൊ ടൈപ്പ് ഓഫ് സെറ്റ്സിൽ നമുക്ക് എത്ര ടൈപ്പ് സെറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ടൈപ്പ് സെറ്റ് ഉണ്ട്. ഒന്ന് എം ടി സെറ്റ്. എന്താണ്? 1 എം ടി സെറ്റ്. 2 യൂണിവേഴ്സൽ സെറ്റ്. എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. അടുത്തത് മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് സബ്സെറ്റ്. ഓക്കെ അല്ലേ? സബ്സെറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തത് എം ടി സെറ്റ് എന്താന്ന് പഠിക്കാം. എം ടി സെറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ നോക്കിയേ, ഒരു സെറ്റിന്റെ അകത്ത് ഒരു എലമെന്റ് പോലും ഇല്ലെങ്കിൽ, നിങ്ങൾ ഒരു സെറ്റ് എഴുതുവാണ്, ആ സെറ്റിന്റെ അകത്ത് ഒരു എലമെന്റ് പോലും ഇല്ല. അതായത് ഒരു സെറ്റ് എഴുതുവാണ്, ആ സെറ്റിന്റെ അകത്ത് ഒരു എലമെന്റുകൾ പോലും ഇല്ല. ഇങ്ങനെ എം ടി ആണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എം ടി സെറ്റ്. എം ടി സെറ്റ്. ആ സെറ്റിന് വേറൊരു പേരുണ്ട്. എം ടി സെറ്റിന് വേറൊരു പേര് കൂടിയുണ്ട്, നൾ സെറ്റ്. നൾ സെറ്റ്. അതിന് വേറൊരു പേര് കൂടിയുണ്ട്, വോയിഡ് സെറ്റ്. വോയിഡ് സെറ്റ്. എം ടി സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒന്നുമില്ലാത്തൊരു സെറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ 0 എഴുതിയൊരു വെട്ടാം. ഇതിനെ വിളിക്കുന്ന പേര് ഫൈ എന്നാണ്. ഫൈ. ഓക്കെ അല്ലേ? അപ്പൊ ഫൈ എന്ന് കണ്ടാൽ എന്താണ്? എം ടി സെറ്റ് ആണ്. ഒരു സെറ്റിന്റെ അകത്ത് ഒരു എലമെന്റുകളും ഇല്ല എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്. എം ടി സെറ്റിന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കി, നാച്ചുറൽ നമ്പേഴ്സ്. നോക്കടാ, നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 1. അവിടെ ഒന്ന് എഴുതിക്കേ. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 ഇങ്ങനെ പോകും. 1ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാ? 1ൽ താഴെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ 1ൽ താഴെ ഒരു നാച്ചുറൽ നമ്പർ പോലും ഇല്ലാത്തത് കാരണം ആ സെറ്റ് എന്താണ്? ആ സെറ്റ് നൾ സെറ്റ് ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ആ സെറ്റിന്റെ അകത്ത് ആരും ഉണ്ടാവില്ല. സിമ്പിൾ അല്ലേ? ഓക്കെ. വേറൊരെണ്ണം പിടി. നോക്ക്, നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. 3നും 4നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് പോയിക്കൊണ്ടിരിക്കും അല്ലെ? ഈ 3നും 4നും ഇടയിൽ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല, ആരുമില്ല. അപ്പൊ അതും എന്താണ്? അതും നൾ സെറ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ, രണ്ടും എഴുതി പോകുന്നത് മാത്രം. ഇനി വേറൊരു എക്സാമ്പിൾ വേറെ രീതിയിൽ പറയണമെങ്കിലേ, നിങ്ങൾ +1 സ്റ്റുഡൻസ് അല്ലേ? നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് അത് മനസ്സിൽ വരട്ടെ. ഞാൻ എന്നിട്ട് ഒരു ഗ്രൂപ്പ് പറയുവാണ്. ഗ്രൂപ്പ് ഓഫ് +2 സ്റ്റുഡൻസ് ഇൻ യുവർ +1 ക്ലാസ്.
എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ +1 ക്ലാസ്സിലെ +2 സ്റ്റുഡൻസിന്റെ സെറ്റ്. നിങ്ങളുടെ +1 ക്ലാസ്സിലെ +2 സ്റ്റുഡൻസിനെ എടുക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവോ? ആരുമില്ല. അപ്പൊ അവരും എന്താണ്? അവരും നൾ സെറ്റ് ആണ്. ഇതിനെയാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. നൾ സെറ്റ് എന്ന് പറയാം, എം ടി സെറ്റ് എന്ന് പറയാം, വോയിഡ് സെറ്റ് എന്ന് പറയാം. അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ രണ്ട് ആൾക്കാരെ ഉപയോഗിച്ച്. ഇയാളെ ഫൈ എന്നും ഇത് നൾ സെറ്റ് എന്നും പറയും. ഓക്കെ അല്ലേ? അടുത്തത് യൂണിവേഴ്സൽ സെറ്റ്. വളരെ ഇമ്പോർട്ടന്റ്, യൂണിവേഴ്സൽ സെറ്റ്. എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്, ഇതേ ശ്രദ്ധിച്ചോളണം. ഞാൻ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. 1 2 3. ഓക്കെ അല്ലേ? എനിക്ക് ഈ എ ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ് വേണം. എന്താണ്? എ ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ് വേണം. അതായത് ഈ 1 2 3 ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ്. അത് ഞാൻ ഇങ്ങനെ എഴുതുവാണ്. ആ സെറ്റിന് ഞാൻ 1 2 3 4 5 എന്ന് പറയുവാണ്. ഓക്കെ അല്ലേ? 1 2 3 4 5 ഇത് ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ്. ഈ വലിയ സെറ്റുകളെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഈ ചെറിയ സെറ്റ് ഉൾപ്പെടുന്ന വലിയ സെറ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു സെറ്റ് എഴുതുവാണ്. A = 1 2 3, B = 2 3 4, C = 1 2. എടാ ഞാൻ ഇവിടെ 3 സെറ്റ് പറഞ്ഞു. ഈ 3 സെറ്റ് ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ് എനിക്ക് വേണം. അപ്പൊ ആ വലിയ സെറ്റായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു 1 2 3 4 5. നോക്കിയേ, ഇതിൻ്റെ അകത്ത് എല്ലാവരും ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതിയതല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ചെറിയ സെറ്റുകളെല്ലാം ഈ വലിയ സെറ്റിൻ്റെ അകത്ത് കിടക്കുന്നവരല്ലേ? ആണ്. അപ്പോൾ ഈ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ്, ഈ വലിയ സെറ്റിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. നിങ്ങളുടെ സ്കൂളിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ +1 കുട്ടികളുണ്ട് അല്ലേ? +1 കുട്ടികളുണ്ട്, +2 കുട്ടികളുണ്ട്. ഇവരൊരു സെറ്റാണ്, ഇവരൊരു സെറ്റാണ്. ഓക്കെ അല്ലേ? +1 കുട്ടികളുടെ ഒരു സെറ്റ്, +2 കുട്ടികളുടെ ഒരു സെറ്റ് ഉണ്ട്. ഇനി ഞാൻ പറയുവാണ് എനിക്ക് ഇവർ രണ്ടും ഉൾപ്പെടുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് വേണം. അപ്പൊ ഞാൻ എന്ത് പറയും? ഇവർ രണ്ടും ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ് വേണം. അപ്പൊ ഞാൻ എന്ത് പറയും? ഇത് ഇങ്ങനെ പറയും, all students in your school. ഓക്കെ അല്ലേ? ഇവർ രണ്ടും ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ്, അതിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ അല്ലേ? യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്, ശ്രദ്ധിക്കണേ, യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ യു ഉപയോഗിച്ചാണ്. എന്താണ്? ക്യാപിറ്റൽ യു ഉപയോഗിച്ചാണ്. U = ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള്, സബ്സെറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് സബ്സെറ്റ്? സബ്സെറ്റ് വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, A = 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഓക്കെ അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇതിൻ്റെ അകത്ത് നിന്നൊരു ചെറിയ സെറ്റ് എടുത്തുവാണ്. ഇതിൻ്റെ അകത്ത് നിന്നും, അതായത് എയിൻ്റെ അകത്ത് നിന്നും ഒരു ചെറിയ സെറ്റ് എടുത്ത് എഴുതുവാണ്. നോക്കിയേ, ഈ എയിൻ്റെ അകത്ത് നിന്നും ഞാൻ 2 3 എടുത്ത് എഴുതി. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്നല്ല ഇയാളെ എടുത്ത് എഴുതിയത്. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതിയാണെങ്കിൽ ഇയാളെ വിളിക്കുന്ന പേരാണ് സബ്സെറ്റ്. ഓക്കെ അല്ലേ? സബ്സെറ്റ്. ഓക്കെ അല്ലേ? നമുക്ക് ഇവന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം, B = അപ്പൊ ഞാൻ ഇവിടെ നോക്കിയേ, എയിൻ്റെ അകത്ത് നിന്നാണ് ഞാൻ ഒരാളെ എടുത്ത് എഴുതിയത്. അപ്പൊ ഇയാളെ നാം വിളിക്കുന്ന പേരാണെന്ത്? സബ്സെറ്റ്. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി ഒരെണ്ണം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, കുറെ എഴുതാം. എന്തേന്ന് നോക്കിയേ, ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ എടുത്ത് എഴുതുന്ന ആളാണ് 1 2 1 2. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ എഴുതുന്ന ആളാണ് 3. ഇങ്ങനെ കുറെ എഴുതാം. അപ്പൊ എന്താണ് സബ്സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെറ്റിന്റെ അകത്തുനിന്ന് നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന ചെറിയ സെറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സബ്സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, എയുടെ സബ്സെറ്റ് ആണ് ബി അല്ലെ? എയിന്റെ അകത്തുനിന്ന് എഴുതിയേക്കണം എന്നല്ലേ ബി. അപ്പൊ നമുക്ക് എന്ത് പറയാം? എയുടെ സബ്സെറ്റ് ആണ് ബി അല്ലെ? എയുടെ സബ്സെറ്റ് അല്ലേ ബി? അത് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഇവിടെ ആരാണ് സബ്സെറ്റ്? ചെറിയ സെറ്റ് ഏതാ? ബി അല്ലേ? അപ്പൊ ബി ഞാൻ ആദ്യം എഴുതും. ഓക്കെ അല്ലേ? ഇവിടുത്തെ വലിയ സെറ്റ് ഏതാണ്? എ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ചെറിയ സെറ്റാണ് സബ്സെറ്റ്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ ചെറിയ സെറ്റിന്റെ അവിടെ ഈ റൗണ്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഇടും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്ക്, ഈ ചെറിയ സെറ്റ് നമ്മൾ മറ്റേ ലെസ് ദാനും ഗ്രേറ്റർ ദാനൊക്കെ ഇടുന്ന പോലെ തന്നെ റൗണ്ട് ചെയ്തിടുക. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്ഥലം വലിയ സെറ്റിന്റെ അടുത്തേക്കായിരിക്കണം, ഈ എന്താണ് റൗണ്ട് കർവ് ചെയ്തിരിക്കുന്ന ഭാഗം ചെറിയ സെറ്റിലേക്കായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിനെ പറയുന്ന പേരാണ് സബ്സെറ്റ്. അപ്പോൾ ബി എയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എ ആരാണ്? അപ്പോൾ
ഇതിന്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതിയപ്പോൾ ഇവൻ സബ്സെറ്റ് ആയി. അപ്പൊ ഇവനെ വിളിക്കുന്ന പേരെന്താ? ഇവനെ വിളിക്കുന്ന പേര് സൂപ്പർ സെറ്റ്. എന്താണ്? സൂപ്പർ സെറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവൻ ഏതാണ്? ഇവൻ സൂപ്പർ സെറ്റ്. സൂപ്പർ സെറ്റ്. ഓക്കെ അല്ലേ? ഇനി ഇതേ വേറൊരു രീതിയിൽ കൂടി എഴുതാം നമുക്ക് വേണമെങ്കിൽ. ഇത് ശ്രദ്ധിച്ചേ, വേറൊരു രീതിയിൽ കൂടി എഴുതാം. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. P ഈക്വൽ ടു 1 2 3 4. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതുന്ന വേറൊരു സെറ്റ് എഴുതി 2 3. ഓക്കെ അല്ലേ? ഇതിന്റെ അകത്ത് നിന്ന് എടുത്ത് എഴുതിയതല്ലേ? അപ്പൊ എനിക്ക് എന്ത് പറയാം? Q പിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ ഞാനത് എങ്ങനെ എഴുതും? Q സബ്സെറ്റ് ഓഫ് P. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആരാ സബ്സെറ്റ്? ഇവിടെ സബ്സെറ്റ് ആരാണ്? Q. ഓക്കെ അല്ലേ? ഇവിടെ സൂപ്പർ സെറ്റ് ആരാ? വലിയ സെറ്റ് ആരാ? വലിയ സെറ്റ് P. വലിയ സെറ്റിനെ പറയുന്ന പേരാണ് സൂപ്പർ സെറ്റ്. ഓക്കെ അല്ലേ? സിമ്പിൾ പരിപാടി. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ A എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതി ഞാൻ. നോക്ക്, 1 2 3. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എനിക്ക് എത്ര സബ്സെറ്റുകൾ എഴുതാം എയുടെ? എനിക്ക് എത്ര സബ്സെറ്റുകൾ എഴുതാം? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എത്ര സബ്സെറ്റുകൾ എഴുതാം? നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. 2 എന്താണ്? എത്ര എലമെന്റ് ഉണ്ടോ അതിനെ n കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? 2n. ഓക്കെ അല്ലേ? അപ്പൊ ഈ n എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ അല്ലേ? കാണാതെ പഠിക്കണം. എന്താണ്? നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2n. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? നിങ്ങൾ പറഞ്ഞേ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്ര ഉണ്ടാവും? പറഞ്ഞേ. 2n ആണ്. അപ്പൊ 2 1 2 3. ഇപ്പൊ എത്രയാണ്? 2 ക്യൂബ് 8. ഓക്കെ അല്ലേ? ഒരെണ്ണം കൂടി. A ഈക്വൽ ടു, ഇവിടെ എഴുതാം, A ഈക്വൽ ടു 3 5. ഇവിടെ എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്ര ഉണ്ടാവും? വേഗം പറ. 2n. 2 ഇവിടെ എത്ര പേരുണ്ട്? 2 പേര്. അപ്പൊ 2 സ്ക്വയർ എത്രയാണ്? 4. വേറൊരെണ്ണം പിടി. A ഈക്വൽ ടു 1 3 5 7. ഓക്കെ അല്ലേ? ഇവിടെ എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? സബ്സെറ്റ്സ് എത്ര ഉണ്ടാവും? വേഗം പറ. സബ്സെറ്റ്സ് ഈക്വൽ ടു 2n. 2 1 2 3 4. അപ്പൊ 2 4. ആൻസർ എത്രയാണ്? 16. വളരെ സിമ്പിൾ. ഇനി നമ്മൾ ഇവർ ഓരോരുത്തരെയും വീണ്ടും പഠിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു. ഇതേ നോക്ക്, ഞാൻ A എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. 1 2 3. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്രയാണ്? 2n. അതായത് 2 ക്യൂബ്. ആൻസർ എത്ര കിട്ടി? 8 സബ്സെറ്റുകൾ ഉണ്ടാവും. ആ 8 സബ്സെറ്റുകൾ എങ്ങനെ എഴുതുമെന്ന് പറയട്ടെ. ആദ്യം ഒരു സെറ്റിന്റെ, ഇപ്പൊ A ഈക്വൽ ടു 1 2 3യുടെ സബ്സെറ്റുകളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഏത് സെറ്റ് എടുത്ത് അതിന്റെ സബ്സെറ്റ് എഴുതിയാലും നൾ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഏത് സെറ്റ് എടുത്താലും നൾ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് പിന്നെ എന്താ? ഒരു എലമെന്റുകൾ വരുന്ന സെറ്റ് ഉണ്ട് ഇതിന്. നോക്കിയേ, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. 2 എലമെന്റുകൾ വരുന്ന സെറ്റ് ഉണ്ട്. സെറ്റ് 1 2, സെറ്റ് 2 3, സെറ്റ് 1 3 അല്ലെ? 1 3. ഇനി എന്താ? ഇവരെ സെയിം സെറ്റ്, ഇവൻ മാത്രം ഇവൻ അതുപോലെ തന്നെ എടുക്കുന്ന ഒരു സെറ്റ് കൂടി വരും. 1 2 3. നോക്കിയേ, നമ്മൾ 8 പേര് സബ്സെറ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? 1 2 3 4 5 6 7 8. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് ഒരു സബ്സെറ്റ് ആണ് എല്ലാത്തിലും. പിന്നെ എന്താ? സെയിം സെറ്റ്, ആ തന്നിട്ടുള്ള സെറ്റില്ലേ, സെയിം സെറ്റും സബ്സെറ്റ് ആണ് എല്ലാത്തിലും. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം കൂടി നോക്കൂ. വേറൊരു കാര്യം കൂടി. A ഈക്വൽ ടു 2 5. മൊത്തം എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2n. അതായത് 2 പേരല്ലേ? 2 സ്ക്വയർ 4 സബ്സെറ്റ്സ് ഉണ്ടാവും. അവരാരൊക്കെയാണെന്ന് എഴുതാം. നൾ സെറ്റ്. പിന്നെ ആരാ? ഒരു എലമെന്റുകൾ വരുന്ന 2, ഒരു എലമെന്റുകൾ വരുന്ന 5. പിന്നെ ഈ സെയിം സെറ്റ് 2 5. ഓക്കെ അല്ലേ? മൊത്തം 4 പേര്. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ അകത്ത് ഈ സെയിം സെറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സെറ്റുകളെയും നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രോപ്പർ സബ്സെറ്റ്സ്. എന്താണ്? പ്രോപ്പർ സബ്സെറ്റ്സ്. സെയിം സെറ്റ് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാവരും എന്താണ്? പ്രോപ്പർ സബ്സെറ്റ് ആണ്. നോക്കിയേ, ഈ സെയിം സെറ്റ് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാവരും എന്താണ്?
പ്രോപ്പർ സബ്സെറ്റ് ആണ്, പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എ ഈക്വൽ ടു 1 2 3 4. ഓക്കെ അല്ലേ? ഇതിന്റെ നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാണ്? നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്രയാണ്? 4 പേരുള്ള കാരണം 2⁴ 16. ഇതിന്റെ പ്രോപ്പർ സബ്സെറ്റ് എത്രയായിരിക്കും? പ്രോപ്പർ എത്ര എണ്ണം ഉണ്ടാവും? ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രോപ്പർ ആയിരിക്കും. അപ്പൊ 16ൽ നിന്ന് 1 കുറച്ച് 15 എണ്ണം പ്രോപ്പർ ആയിരിക്കും. നോക്കിയേ, ഒരെണ്ണം മാത്രമേ ഇംപ്രോപ്പർ ഉള്ളൂ, ഒരെണ്ണം മാത്രമേ ഇംപ്രോപ്പർ ഉള്ളൂ. ബാക്കി എല്ലാവരും സെയിം ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രോപ്പർ, സെയിം ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രോപ്പർ. ഒരെണ്ണം കുറച്ചാൽ പ്രോപ്പർ ആണ്. ഓക്കെ അല്ലേ? നീ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. എ ഈക്വൽ ടു 2 3 7. ഫൈൻഡ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് സബ്സെറ്റ് ആണ്, അതായത് 2n 2 2 3. ഇപ്പൊ 2³ ആൻസർ എത്രയാണ്? 8. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്, വളരെ സിമ്പിൾ. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. എല്ലാ സബ്സെറ്റും എഴുതണം. അപ്പൊ നൾ സെറ്റ് എഴുതി, പിന്നെ ഏതുണ്ട്? ഒരു എലമെന്റുകൾ വരുന്ന 2 എഴുതി, പിന്നെ ഏതാണ്? 3 എഴുതി, പിന്നെ ഏതാണ്? 7 എഴുതി. ഓക്കെ അല്ലേ? ഇനി 2 എലമെന്റുകൾ വരുന്ന 2 3 എഴുതി, അടുത്തത് ഏതാണ്? 3 7 എഴുതി, അടുത്തത് ഏതാണ്? 2 7 എഴുതി. ഓക്കെ അല്ലേ? ഇനി എല്ലാം വരുന്ന ഏത് എഴുതാൻ പോവുകയാണ്? 2 3 7 എഴുതാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? റൈറ്റ് ഓൾ പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ. സി എന്താണ്? പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് എത്ര ഉണ്ടാവും? ഈ 8ൽ നിന്ന് 1 കുറച്ചാൽ മതി. 8ൽ നിന്ന് 1 കുറച്ച് 7 പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവും. ടോട്ടൽ ഇത് 1 കുറച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, ഈ 2 3 7 മാറ്റി ബാക്കി എല്ലാം നൾ സെറ്റ് 2 3 5 2 3 2 3 5 അല്ലല്ലോ, 7 2 3 2 7 3 7. ഓക്കെ അല്ലേ? 1 2 3 4 5 6 7. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് പ്രോപ്പർ സബ്സെറ്റ്സ്. ഇപ്പൊ ടൈപ്പ് ഓഫ് സബ്സെറ്റ്സ് ആയി. ഇനി അടുത്തതാണ് സെറ്റിൽ നടത്താനുള്ള ഓപ്പറേഷൻസ്. സെറ്റിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് നടത്താനുണ്ടെന്നാണ് ആദ്യം അറിയേണ്ടത്. സെറ്റിൽ ആദ്യം നടത്തുന്ന ഓപ്പറേഷൻ യൂണിയൻ, രണ്ടാമത് നടത്തുന്ന ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ, മൂന്നാമത് നടത്തുന്ന ഓപ്പറേഷൻ ഡിഫറൻസ്, നാലാമത് നടത്തുന്ന ഓപ്പറേഷൻ കോംപ്ലിമെന്റ്. ഈ 4 കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ അല്ലേ? യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തേലേക്ക് കിടക്കാം. യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, 1 2 3. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു, 3 4 5. എനിക്ക് ഈ 2 സെറ്റുകൾ തമ്മിൽ യൂണിയൻ എടുക്കണം. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നത് എ ബിയും കൂടി യൂണിയൻ ആണ് എടുക്കുന്നത്. യൂണിയൻ ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ റാ തിരിച്ച് മേളിലേക്ക് ഇടുന്ന ചിഹ്നമാണ്. യു അല്ല, പകരം എന്താണ്? റാ തിരിച്ച് മേളിലേക്ക് ഇടുന്ന ചിഹ്നമാണ്. ഇതാണെന്ത്? യൂണിയന്റെ ചിഹ്നം. അത് അവിടെ ഇട്ട് കൊടുക്കുക. എ യൂണിയൻ ബി. ഇത് വായിക്കേണ്ടത് എന്താണ്? എ യൂണിയൻ ബി. ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എയിലെയും ബിയിലുള്ള എല്ലാവരും എഴുതണം, റിപ്പീറ്റ് ഉള്ളവരെ ഒഴിവാക്കണം. അപ്പൊ എയിലുള്ള 1 2 3 എഴുതി, എയിൽ എഴുതിയ 1 2 3 എഴുതി. ഇനി ബിയിൽ ആരുണ്ട്? 3 ഉണ്ട്. 3 എഴുതണ്ട, 3 ഇവിടെ കിടപ്പുണ്ട്. ഇനി 4 എഴുതണം, അടുത്തത് 5 എഴുതണം. ഓക്കെ അല്ലേ? അപ്പോ എന്താണ്? എല്ലാവരെയും എടുക്കണം, എല്ലാവരും വേണം, എല്ലാവരും വേണം, റിപ്പീറ്റ് ഒഴിവാക്കണം. ഇത്രേ ഉള്ളൂ. എന്താണ്? എല്ലാവരും വേണം, റിപ്പീറ്റ് ഒഴിവാക്കണം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഇന്റർസെക്ഷനിലേക്ക് പോവാം. ഇന്റർസെക്ഷനിലേക്കും വാ. നമ്മൾ നേരത്തെ എഴുതിയ പോലെ എ ഈക്വൽ ടു 1 2 3 എഴുതി, ബി ഈക്വൽ ടു 3 4 5 എഴുതി. ഇന്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുന്ന നേരത്തെ യു പോലെയല്ലേ ഇട്ടത്, അത് നേരെ തിരിച്ചിട്ടാൽ മതി. ഇതാണ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? കോമൺ വരുന്ന എല്ലാവരും വേണം, കോമൺ വരുന്ന എല്ലാവരും. ഓക്കെ അല്ലേ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരും എടുത്തോളണം. ഇത്രേ ഉള്ളൂ. കോമൺ ആയിട്ട് വരുന്നവർ മാത്രം. 3 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്. കോമൺ ആയിട്ട് 3 മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. സിമ്പിൾ. അപ്പോൾ കോമൺ വരുന്നതിനെ എടുക്കുന്നതിനെയാണ് എന്ത് പേര് പറയുന്നത്? ഇന്റർസെക്ഷൻ. അടുത്ത് നമ്മൾ പോവുകയാണ് ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ നോക്കി, എ ഈക്വൽ ടു 1 2 3
4. അടുത്തത് ബി ഈക്വൽ ടു 3, 4, 5, 6. എനിക്ക് എ മൈനസ് ബി കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ഇത് വായിക്കേണ്ടത് എ മൈനസ് ബി എന്നാണ് എഴുതിയേക്കുന്നതെങ്കിൽ എ ഡിഫറൻസ് ബി എന്നാണ് സെറ്റ് ആയതുകൊണ്ട് നമ്മൾ വായിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നത് ഈ മൈനസ് കൊണ്ട് തന്നെയാണ് കേട്ടോ. സിമ്പിൾ പരിപാടി. അപ്പൊ എ ഡിഫറൻസ് ബി എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ എടുത്ത് എഴുതണം, അതിൻ്റെ അകത്ത് നിന്ന് ബി മാറ്റണം എന്നല്ല അതിന്റെ അർത്ഥം. എയിൽ നിന്ന് ബി മാറ്റണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എ എടുത്ത് എഴുതും. 1, 2, 3, 4 ഇതല്ലേ എ. ഇതിൻ്റെ അകത്ത് നിന്ന് ബി മാറ്റിക്കളയണം എയിൽ നിന്നും. അപ്പൊ ബിയിൽ 3 ഉണ്ട്, 3 മാറ്റി. 4 ഉണ്ട്, 4 മാറ്റി. 5 ഉണ്ട്, 5 മാറ്റാനില്ല, അപ്പൊ കുഴപ്പമില്ല. 6 ഉണ്ട്, 6 മാറ്റാനില്ല, അപ്പൊ കുഴപ്പമില്ല. ഈ ബാക്കി വരുന്നവരെ സെറ്റാക്കി എഴുതുക. 1, 2 ഇത്രേ ഉള്ളൂ. സംശയം ഉണ്ടോ? അതേ സംശയമുള്ള വരുവാ. ബി ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു സെറ്റ് എഴുതി ഞാൻ. നോക്ക് 3, 4, 5, 6. സി ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഞാനൊരു സെറ്റ് എഴുതി. 4, 5, 6, 7. എനിക്ക് ബി മൈനസ് സി കണ്ടുപിടിക്കണം. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താ? ബിയിൽ നിന്ന് സി മാറ്റണം. മാറ്റാം. ബി ആരാണ്? 3, 4, 5, 6. സി മാറ്റണം. അതിൻ്റെ അകത്ത് നിന്ന് 4 മാറ്റണം, 5 മാറ്റണം, 6 മാറ്റണം, 7 മാറ്റാനില്ല, അപ്പോൾ കുഴപ്പമില്ല. ബാക്കി വരുന്ന ആളെ എടുത്തെഴുതണം. അതാണ് 3. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ. അടുത്തത് ലാസ്റ്റ് വൺ, കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതി. 1, 2, 3. ഓക്കെ അല്ലേ? കോംപ്ലിമെന്റ് എഴുതണമെങ്കിൽ നിർബന്ധമായിട്ടും ഈ എയിനൊരു യൂണിവേഴ്സൽ സെറ്റ് വേണം. യൂണിവേഴ്സൽ സെറ്റ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. ഈ എ ഉൾപ്പെടുന്ന വലിയ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. 1, 2, 3, 4, 5. ഓക്കെ അല്ലേ? ഇത് എയുടെ യൂണിവേഴ്സൽ സെറ്റ് അല്ലേ? അപ്പൊ എന്താ? എ കോംപ്ലിമെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് മേളിലൊരു വരയാണ്. എന്താണ്? എ കോംപ്ലിമെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ എ എഴുതി മേളിലൊരു വര ഇടാം, അല്ലെങ്കിൽ എ എഴുതി മേളിൽ സി ഇടാം. ഓക്കെ അല്ലേ? രണ്ടും കോംപ്ലിമെന്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഇല്ലേ, അതിൻ്റെ അകത്തു നിന്നും ഈ എ മാറ്റി ബാക്കിയുള്ളത് പറയണം. അപ്പൊ 1, 2, 3, 1, 2, 3 മാറ്റണം. ബാക്കി ആരുണ്ട്? 4, 5. ഇതാണ് എ കോംപ്ലിമെന്റ്. സംശയമുള്ളവർക്ക് വേറൊരെണ്ണം കൂടി എഴുതാം. യു ഈക്വൽ ടു 1, 2, 3, 4. ഓക്കെ അല്ലേ? ഞാൻ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതി. 1, 2, 3. ഞാൻ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതി. 2, 3. എനിക്ക് എ കോംപ്ലിമെന്റ് വേണം. എ കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എ എടുത്ത് യുവിൽ നിന്ന് മാറ്റി പറയണം. 1, 2, 3 മാറ്റണം. 1, 2, 3 മാറ്റിയാൽ ബാക്കി ആരുണ്ട്? ഒരു 4 മാത്രമേ ഉള്ളൂ. ആ 4 എടുത്ത് എഴുതി. ഓക്കെ അല്ലേ? എനിക്ക് ബി കോംപ്ലിമെന്റ് വേണം. ബി കോംപ്ലിമെന്റ് എന്താ? 2, 3 അല്ലേ? ഈ 2, 3 എടുത്ത് ഇവിടുന്ന് മാറ്റണം. അപ്പൊ 2, 3 ഇതല്ലേ? 2, 3 മാറ്റി കഴിയുമ്പോൾ ബാക്കി 1ഉം 4ഉം. ആ 1ഉം 4ഉം മാത്രം എടുത്ത് ബി കോംപ്ലിമെന്റ് എഴുതി. ഇതാണ് കോംപ്ലിമെന്റ്. അപ്പൊ 4 ഓപ്പറേഷൻസ്: യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, പിന്നെ ഏതാണ്? കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി വരുന്നൊരു ചോദ്യം ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ. യു എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സൽ സെറ്റ്, എ ഉണ്ട്, ബി ഉണ്ട്. ഫൈൻഡ് എ കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് ബി എല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇത് ഇവിടെ എടുത്ത് എഴുതാം. യു ഈക്വൽ ടു, യു എന്താണ്? യു എന്താണ്? യു എന്താണ്? യു ഈക്വൽ ടു, യു എന്താണ്? പറഞ്ഞ 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. ഓക്കെ അല്ലേ? എ എത്രയാണ്? വേഗം പറഞ്ഞോ. 2, 3. ബി എത്രയാണ്? 3, 4, 5. ഓക്കെ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാനാണ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 2, 3 എടുത്ത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റി ബാക്കി എല്ലാവരും. ഇപ്പോൾ 1, 4, 5, 6 അല്ലെ? 2, 3 മാറ്റി കഴിയുമ്പോൾ എത്രയാണ്? 1, 4, 5, 6. ഓക്കെ അല്ലേ? അടുത്തത് ഇതിന്റെ തന്നെയാണ് ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എന്താ? ഈ 3, 4, 5 ഇവിടുന്ന് മാറ്റി ബാക്കിയുള്ളത്. 3, 4, 5 മാറ്റുമ്പോൾ 1, 2, 6. അപ്പൊ എത്ര വരും? 1, 2, 6. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? എയും ബിയും കൂടി ചേർത്ത് അങ്ങോട്ട് എഴുതിക്കൊള്ളണം. കോമൺ വരുന്നവരെയൊക്കെ മാറ്റിക്കൊള്ളണം. അപ്പൊ എയിൽ ആരൊക്കെയുണ്ട്? 2, 3 അത് എഴുതി. ഇനി അടുത്ത ബിയിൽ 3, 4, 5 ആണ്. 3 ഇവിടെ ഉണ്ട്, അപ്പൊ എഴുതണ്ട. ഇനി 4 എഴുതണം. അടുത്തത് 5 കൂടി എഴുതണം. ഓക്കെ. ഇനി അടുത്തത് സി എന്താ? സി എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? കോമൺ വരുന്ന എല്ലാവരും എഴുതണം. ഇവിടെ 2, 3, ഇവിടെ 3, 4, 5. കോമൺ ആരാ ഉള്ളത്? ഒരു 3 മാത്രമാണ് അല്ലേ കോമൺ? ആരാണ്? ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. അപ്പൊ കോമൺ 3 മാത്രം. അപ്പൊ ഇന്റർസെക്ഷൻ 3. ലാസ്റ്റ് വൺ ഡി. ഡി എങ്ങനെയാണ്?
എ മൈനസ് ബി. ഇതാണ് മിക്കവർക്കും സംശയം. എ മൈനസ് ബി എങ്ങനെ ചെയ്യണം? എ മൈനസ് ബി, എയിൽ നിന്ന് ബി മാറ്റണം. അപ്പൊ എ എടുത്ത് ആദ്യം എഴുതണം. എ ആരാണ്? 2 3. 2 3യിൽ നിന്ന് ബി മാറ്റണം. ബി ഇതിന്റെ അകത്ത് നിന്ന് മാറ്റണം. ബി ആരാണ്? 3 4 5. 3 ഇതിന്റെ അകത്ത് നിന്ന് മാറ്റണം, മാറ്റി. 4 മാറ്റണം, മാറ്റാനില്ല. 5 മാറ്റണം, മാറ്റാനില്ല. അപ്പൊ ബാക്കി വരുന്ന ആളെ ബ്രാക്കറ്റിലിട്ട് അങ്ങോട്ട് എഴുതിക്കൊള്ളണം. 2. ഇവനാണ് എ മൈനസ് ബി. ഓക്കെ അല്ലേ? ഇത്ര ഉള്ളൂ ഓപ്പറേഷൻസ്. ലാസ്റ്റ് പോർഷൻ വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സെറ്റിനെ പിക്ടോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. പിക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ, പിക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യൂണിവേഴ്സൽ സെറ്റിനെ, ശ്രദ്ധിച്ചേ, യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് വരയ്ക്കും. ഓക്കെ. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സ്മോൾ സെറ്റ്സിനെ നമ്മൾ ചെറിയ സർക്കിളുകളായിട്ട് വരയ്ക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളോട് എ യൂണിയൻ ബി ഇപ്പൊ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ആദ്യം ഒരു യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, റെക്റ്റാങ്കിൾ. എന്നിട്ട് അതിന്റെ സൈഡിൽ യു എന്ന് പേരെഴുതിക്കോണം. എന്നിട്ട് ഇതിന്റെ അകത്ത് എയും ബിയും വരയ്ക്കണം. ഓക്കെ, എയും ബിയും വരയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യുക? എ എന്ന് പറയുന്ന ഒരു സർക്കിൾ വരച്ചു, ബി എന്ന് പറയുന്ന ഒരു സർക്കിൾ വരച്ചു. ഇപ്പൊ ചിലർക്കൊരു സംശയം, എന്തുകൊണ്ടാണ് ഈ രണ്ട് സർക്കിളും ഒരുമിച്ച് തന്നെ വരച്ചത്? ഇതിനൊരു ഗ്യാപ്പ് ഇട്ട് വരച്ചാൽ പോരായിരുന്നോ? അപ്പോ നിങ്ങൾ നോക്കേണ്ടത്, ഈ രണ്ട് സെറ്റുകൾക്കും കോമൺ എലമെന്റ്സ് ഇല്ല എന്നവർ പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് വരച്ചാൽ മതി. ഈ രണ്ട് എയ്ക്കും ബിക്കും കോമൺ എലമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് വരച്ചാൽ മതി. ഇല്ലെങ്കിൽ എങ്ങനെ വന്നാലും നിങ്ങൾ കൂട്ടി വരച്ചു. ഇങ്ങനെ എന്താണ്, ഇങ്ങനെ ഒരുമിച്ച് വരയ്ക്കേണ്ടാത്ത സിറ്റുവേഷനിൽ അവർ പറയും കോമൺ എലമെന്റ്സ് ഇല്ല എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? എ യൂണിയൻ ബി വരയ്ക്കാൻ. എ യൂണിയൻ ബി നമ്മൾ എങ്ങനെയാ ചെയ്തിട്ടിരുന്നെന്ന് ഓർക്കണുണ്ടല്ലോ. എ യൂണിയൻ ബി നമ്മൾ എങ്ങനെയായിരുന്നല്ലോ ചെയ്തിട്ടിരുന്നത്? എയിലുള്ള എല്ലാവരെയും എടുക്കും, ബിയിലുള്ള എല്ലാവരെയും എടുക്കും. അപ്പൊ നോക്കിയേ, എയിലുള്ള എല്ലാവരെയും ഞാൻ എടുത്തു. ഇനി എന്താ? ബി എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലുള്ള എല്ലാവരെയും വേണം, ബിയിലുള്ള എല്ലാവരെയും എടുത്തു. ഇതാണ് എ യൂണിയൻ ബി. ഇത്രേ ഉള്ളൂ. ഇത് പിക്ടോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചേ, ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരാളാണ്. നോക്കിയേ, എ ഇന്റർസെക്ഷൻ ബി വരയ്ക്കണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയുടെയും ബിയുടെയും കോമൺ വരുന്ന സ്ഥലം അല്ലെ? കോമൺ വരുന്നത് അതല്ലേ എ യൂണിയൻ ബി. ഓക്കെ അല്ലേ? അതെങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് പഴയതുപോലെ തന്നെ വരയ്ക്കണം. ഇതാണ് യു. ഓക്കെ അല്ലേ? ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് സർക്കിളുകൾ വരച്ചു, ഒരാള് എ, ഒരാള് ബി. അപ്പൊ നിങ്ങൾക്ക് സംശയം, ഒരുമിച്ച് വരയ്ക്കണോ സംശയം ഉണ്ടോ? സംശയം പാടില്ല. കോമൺ എലമെന്റ്സ് ഇല്ല എന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അവർ വിടിയിപ്പിച്ച് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? നമുക്ക് വേണ്ടത് എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എയുടെയും ബിയുടെയും കോമൺ ആയിട്ട് വരുന്ന സ്ഥലം. ഇതാണോ എയുടെയും ബിയുടെയും കോമൺ ആയിട്ട് വരുന്ന സ്ഥലം? അല്ല. ഇതാണോ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന സ്ഥലം? ഇത് ബിക്ക് മാത്രമുള്ള സ്ഥലമാണ് അല്ലെ? ഇതാണോ എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന സ്ഥലം? അല്ല, അത് എയ്ക്ക് മാത്രമുള്ള സ്ഥലമാണ്. ഇതാണ് എയ്ക്കും ബിക്കും കോമൺ ആയിട്ട് വരുന്ന സ്ഥലം. ഇതാണ് എന്ത്? ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്കൊരു സെറ്റ് തന്നിട്ട് അത് വെൻ ഡയഗ്രത്തിൽ വരയ്ക്കാനുണ്ടാവും. ഇത്രയാണ് ഈ ചാപ്റ്റർ. അപ്പൊ ഇനി മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ബാക്കി കൂടി സെറ്റ് ആക്കുക.